അതിർത്തി കടന്ന് ഭീകരവാദത്തിനെത്തിയാൽ പിച്ചച്ചട്ടി എടുപ്പിക്കുമെന്ന് കർശനമായ വാർണിംഗ് നൽകി ഇന്ത്യ. കർശന നടപടികൾ എടുത്തിരിക്കുകയാണ് ഭീകരവാദത്തിനെതിരെ ജമ്മു കാശ്മീർ പോലീസ്. പാകിസ്ഥാൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന 5 ഭീകരവാദ ഹാൻഡ്ലർമാരുടെ വസ്തുവകകളും സ്വത്തുക്കളും ജമ്മു കാശ്മീർ പോലീസ് കണ്ടുകെട്ടിയിരിക്കുന്നു. ഇതിനു പുറമെ ലഷ്കർ-ഇ-തോയ്ബ മുതിർന്ന ഭീകരൻ മുഹമ്മദ് ഖാസിമിനെതിരെ പ്രൊക്ലമേഷൻ നടപടികൾ ആരംഭിച്ചിരിക്കുന്നു. കേന്ദ്രഭരണ പ്രദേശത്ത് പ്രവർത്തിക്കുന്ന ഭീകരവാദ ശൃംഖലകളുടെ സാമ്പത്തിക സാങ്കേതിക അടിത്തറ തകർക്കുന്നതിന്റെ ഭാഗമായാണ് ഈ അടിയന്തര നടപടി. റിയാസി പോലീസാണ് മഹോർ പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത FIR കേസുമായി ബന്ധപ്പെട്ട് 5 ഭീകരരുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടിയത്. ഭാരതീയ ന്യായ സംഹിത, നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ തടയൽ നിയമം, എനിമി ഏജന്റ്സ് ഓർഡിനൻസ് എന്നിവയിലെ വിവിധ വകുപ്പുകൾ ചുമത്തിയാണ് ഈ കടുത്ത നടപടി. അതിർത്തിക്ക് അപ്പുറത്തിരുന്ന് ജമ്മു കാശ്മീരിലെ ആക്രമണങ്ങൾക്കും ഭീകരപ്രവർത്തനങ്ങൾക്കും പണം നൽകുകയും നിർദ്ദേശം നൽകുകയും ചെയ്യുന്ന ഏജന്റുമാരുടെ സാമ്പത്തിക ശേഷി പൂർണ്ണമായും തകർക്കുകയാണ് പോലീസ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. അതുകൊണ്ടാണ് തുടക്കത്തിൽ പറഞ്ഞത്, അതിർത്തി കടന്ന് ഭീകരവാദത്തിന് ഭാരതത്തിലെത്തിയാൽ പിച്ചച്ചട്ടി എടുപ്പിച്ചിരിക്കും. ഭീകരവാദികളെ നേരിട്ട് വധിക്കുന്നതിനൊപ്പം തന്നെ അവരുടെ സാമ്പത്തിക സ്രോതസ്സുകളും നിയമപരമായ ഉടമസ്ഥാവകാശങ്ങളും ഇല്ലാതാക്കുക എന്ന വളരെ പ്രത്യേകതയുള്ള ഒരു പുതിയ തന്ത്രമാണ് ഇപ്പോൾ പോലീസും സുരക്ഷാ സേനയും നടപ്പിലാക്കുന്നത്. കണ്ടുകെട്ടിയ സ്വത്തുക്കൾ ആരുടേതാണ് എന്ന വിവരങ്ങൾ തൽക്കാലം പോലീസ് പുറത്തുവിട്ടിട്ടില്ല. അതിർത്തി കടന്നുള്ള ഭീകര പ്രവർത്തനങ്ങൾക്ക് സഹായം നൽകുന്നവർക്ക് ഇതൊരു മുന്നറിയിപ്പാണ്. പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിന്റെ രാഷ്ട്രീയകാര്യ ഉപദേശകൻ റാണ സനാവുള്ള ഇന്നൊരു തുറന്നു പറച്ചിൽ നടത്തിയിരുന്നു. ഇന്ത്യയെ ചോര കുടിപ്പിക്കാൻ വേണ്ടി മുൻപ് ഞങ്ങൾ തന്നെ മുജാഹിദീനുകളെ സൃഷ്ടിച്ച് പോരിനിറക്കി. എന്നാൽ ഇന്ന് ആ ആയുധങ്ങൾ പാകിസ്ഥാന് നേരെ തന്നെയാണ് തിരിഞ്ഞിരിക്കുന്നത്. അയാളുടെ ഈ വീഡിയോ പ്രസ്താവന ഇപ്പോൾ ആഗോളതലത്തിൽ വൻ വിവാദമായി മാറിയിരിക്കുകയാണ്. പാകിസ്ഥാൻ കയ്യേറിയ ജമ്മു കാശ്മീരിൽ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട രൂക്ഷ കലാപവും ജനകീയ പ്രക്ഷോഭവും നടക്കുകയാണ്. അതിനിടയിലാണ് അന്താരാഷ്ട്ര തലത്തിൽ പാകിസ്ഥാന് തന്നെ നാണക്കേടുണ്ടാക്കുന്ന വീഡിയോ പുറത്തു വന്നിരിക്കുന്നത്. പാക് ടെലിവിഷൻ ചാനൽ ജിയോ ന്യൂസിന് നൽകിയ ഒരു അഭിമുഖത്തിലാണ് പാക് ഉദ്യോഗസ്ഥർ ഇതുവരെ പരസ്യമായി പറയാൻ മടിച്ചിരുന്ന പച്ചയായ സത്യം സനാവുള്ള തുറന്നടിച്ചിരിക്കുന്നത്. പോയി പൊരുതു എന്ന് പറഞ്ഞ് ഞങ്ങൾ ഇന്ത്യക്കെതിരെ പരിശീലനം നൽകി അയച്ചവർ അന്നു തൊട്ട് ഇന്നുവരെ നമ്മുടെ സ്വന്തം സ്ഥലത്താണ് കിടക്കുന്നത്. ഇന്നും ആയുധങ്ങളുമായി നടക്കുന്ന ഇക്കൂട്ടർക്ക് വ്യക്തമായ രാഷ്ട്രീയ ലക്ഷ്യങ്ങളോ ജനക്ഷേമ താല്പര്യങ്ങളോ ഇല്ല. സാധാരണക്കാരായ ജനങ്ങളെ മനുഷ്യ കവചമാക്കി മാറ്റി കളി കളിക്കാനാണ് അവർ ശ്രമിക്കുന്നത്. ഇത്തരം ഗ്രൂപ്പുകൾക്കെതിരെ കർശനമായ സുരക്ഷാ നടപടികൾ സ്വീകരിക്കുകയല്ലാതെ ക്രമസമാധാനം വീണ്ടെടുക്കാൻ പാകിസ്ഥാന് മുന്നിൽ മറ്റു വഴികളില്ല എന്നും സനാവുള്ള പറഞ്ഞു. പാക് അധീന കാശ്മീരിൽ നടക്കുന്ന 3 ഘട്ടങ്ങളുള്ള അസംബ്ലി തെരഞ്ഞെടുപ്പ് വൻ ആക്രമണ സംഭവങ്ങൾക്കും കൊലപാതകങ്ങൾക്കും വഴിവെച്ചിരിക്കുകയാണ്. ആ പശ്ചാത്തലത്തിൽ ഈ പ്രസ്താവന ഏറെ ശ്രദ്ധേയമാവുകയാണ്. ജൂലൈ 27 മിർപൂർ ഡിവിഷനിൽ നടന്ന 1ാം ഘട്ട വോട്ടെടുപ്പിനിടെ സുരക്ഷാ സേനയും പ്രതിഷേധക്കാരും തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിൽ 20ഓളം പേർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. വ്യാപകമായ വോട്ട് തട്ടിപ്പും ബൂത്ത് പിടുത്തവും നടന്നതായി ആരോപിച്ചാണ് ജനങ്ങൾ തെരുവിലിറങ്ങിയത്. ജമ്മു ആൻഡ് കാശ്മീർ ജോയിന്റ് അവാമി ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പണപ്പെരുപ്പത്തിനും പാക് ഭരണകൂടത്തിന്റെ വ്യാജ തിരഞ്ഞെടുപ്പ് നാടകങ്ങൾക്കുമെതിരെ അതിശക്ത പ്രക്ഷോഭമാണ് മേഖലയിൽ നടക്കുന്നത്. ഇന്ത്യ ദശാബ്ദങ്ങളായി ആഗോള വേദികളിൽ പാകിസ്ഥാന്റെ പ്രോക്സി ഭീകരവാദം എന്ന യാഥാർത്ഥ്യത്തെ ഉന്നയിച്ചിട്ടുണ്ട്. എന്തായാലും അത് ശരിവെക്കുന്നത് തന്നെയാണ് സനാവുള്ളയുടെ ഈ പരാമർശം. സോവിയറ്റ് അഫ്ഗാൻ യുദ്ധകാലം മുതൽ ഇന്ത്യക്കെതിരെ ഭീകരരെ റിക്രൂട്ട് ചെയ്തും പരിശീലനം നൽകിയും അതിർത്തി കടത്തിവിട്ടിരുന്ന പാക് സൈനിക ആസൂത്രണം ഒടുവിൽ സ്വന്തം നാട്ടിൽ തന്നെ നാശം വിതയ്ക്കുകയാണെന്നും ഇപ്പോൾ തെളിഞ്ഞിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.